പ്രിയഭക്തരെ, നിങ്ങൾ ദേവാതിദേവനായ മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ദേവൻ ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവിടില്ല. ഒരു മനുഷ്യൻ പലപ്പോഴും വിധിയെ കുറ്റപ്പെടുത്തുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിൻ്റെയും ബലഹീനതകളുടെയും പ്രതിധ്വനിയാണ് അവൻ്റെ ജീവിതം. ഭക്തരെ, ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് പുഞ്ചിരിയും മൗനവും. പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൗനം ബന്ധങ്ങൾ തകരാതിരിക്കാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഭഗവാൻ നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നിലനിൽക്കുന്നു. ഏതൊരു ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര സംഭാഷണത്തിൽ തന്നെയാണ്. എവിടെ സംഭാഷണം കുറയുന്നുവോ അവിടെ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നു. എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല. കാണിക്കുന്ന വിശ്വാസവും സ്നേഹവും യാഥാർത്ഥ്യമാകണമെന്നുമില്ല. എല്ലാവർക്കും സ്വന്തം ജീവിതം തന്നെയാണ് വലുത് എന്ന് അവർ വിശ്വസിക്കുന്നു. അവിടെ ആത്മാർത്ഥത കാണിക്കുന്നവർക്കാണ് എല്ലാ നഷ്ടങ്ങളും. അത് സൗഹൃദമായാലും പ്രണയമായാലും കുടുംബമായാലും. നിങ്ങൾ തനിച്ചിറങ്ങിയാൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകണമെന്നില്ല. എന്നാൽ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ദൗത്യവും ഉണ്ടാകില്ല. ഒന്നും തേടി വരുന്നതല്ല, എല്ലാം ചങ്കുറപ്പുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ധൈര്യം ഉണ്ടായാൽ മാത്രം മതി. അതിനായി മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവരിലും ഉണ്ടാകുന്നതായിരിക്കും. ഓം നമഃ ശിവായ.